കുറച്ച് ഇടവേളയായതുകൊണ്ട് അവരോട് അത് വിട്ടുപോയതാണ്. ഈ അവസരം നമുക്ക് തന്ന സാറിനോട് പ്രത്യേക നന്ദി പറയുന്നു. മയ്യഴിക്കാരനായ ശ്രീ മൻസൂർ പള്ളൂരിന്റെ എ സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരെയും കൂട്ടി, അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സും കമ്മിറ്റി മെമ്പേഴ്സും ഒക്കെ തന്നെ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളെല്ലാം കണ്ട സിനിമയിലെ സുധാകരൻ ഹെഡ് മാസ്റ്റർ ആയിട്ടോ പ്രൊഡ്യൂസർ ആയിട്ടോ അല്ല, നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയോ? ഞങ്ങളിൽ എല്ലാവരിലും ഒരു കുട്ടിയുണ്ടെന്നാ പറയുന്നത്. കുട്ടി, ആ ശിശു മനോഭാവം നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല എന്നുള്ളതാണ്. ഈ കുറച്ച് നാളുകളായി എന്റെ മനസ്സിലേക്ക് ഈ സിനിമ കടന്നു വന്ന് ഈ സിനിമയുടെ ഭാഗമായി ഞാൻ കുറഞ്ഞ നാളുകൾ കുട്ടികളോടൊപ്പം പങ്കിടുകയും, ഞാൻ പഠിച്ച സ്കൂളിൽ, ഞാൻ പഠിച്ചത് പള്ളൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലാണ്, അവിടെ ഒരു നാൾ കടന്നു ചെന്നുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ കടന്നു ചെല്ലുന്നത്. നിങ്ങളെപ്പോലെ കുട്ടികളെ ഓരോ ക്ലാസ് മുറിയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇപ്പോഴത്തെ CEO ഇൻചാർജ് കൂടിയായ മാഡം പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ്സിൽ കുട്ടികളെ പോയി കണ്ടു. അപ്പോഴുണ്ടായ എനിക്കുണ്ടായ ഒരു രൂപാന്തര മാറ്റമുണ്ട്. അറിയോ, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളൊക്കെ കുട്ടികൾ, നിങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, നിങ്ങളൊക്കെ ഒരുപാട് സ്വപ്നം കാണുന്നവരാണ്. നിങ്ങളിപ്പോൾ കഥകൾ കേൾക്കുന്നവരാണ്, കഥകൾ വായിക്കുന്നവരാണ്. ഞാൻ എന്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു. അറിയോ നിങ്ങൾ, ഇന്ന് ഞാനിപ്പോ ഇവിടെ വരുന്നത് കണ്ണൂരിലുള്ള കീർജാൻ UP സ്കൂളിൽ ഒരു പുസ്തക സമർപ്പണ ചടങ്ങുണ്ടായിരുന്നു. അവിടുത്തെ ബഹുമാനപ്പെട്ട MP പങ്കെടുത്ത് അവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വരികയാണ്. ഞാൻ പറഞ്ഞു വന്ന കുറച്ച് നാളുകളായി കുട്ടികളോടൊപ്പം തിയേറ്ററിൽ ഇരുന്നും കുട്ടികളോട് സംസാരിച്ചൊക്കെയായി ഞാനും ഒരു കുട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളെപ്പോലെ ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാവരും ഈ ഭൂമുഖം വിട്ടുപോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർമ്മ എന്താണ് നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, എനിക്ക് ഈ UP സ്കൂൾ കാലഘട്ടത്തിലുള്ള ഓർമ്മകളുണ്ടല്ലോ, ആ ഓർമ്മകളുമായി തിരിച്ചു പോകാനാണ് ആഗ്രഹം. ഞാൻ വിശ്വസിക്കുന്നത്, എന്നെ ഞാനാക്കി തീർത്തത് ഇതുപോലുള്ള നിങ്ങളെപ്പോലെ കുട്ടികളായി സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നത് എന്റെ അധ്യാപകരെയും അധ്യാപികമാരെയും ഒക്കെയാണ്. കാരണം ഞാൻ ഇന്ന ദിവസം 25ാമത് ദിവസം എക്സൽ പബ്ലിക് സ്കൂളിൽ വെച്ച് നമ്മൾ നടത്തി. അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്റെ മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ചെറു കുട്ടിയെ പോലെയാണ് ഞാൻ അന്ന പരിപാടിയിൽ പങ്കെടുത്തത്. അദ്ദേഹം അന്ന് എനിക്ക് പഠിപ്പിച്ചോദിച്ചെന്ന ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ കവിതാശകലം ചൊല്ലിക്കേൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ സംസാരിച്ചത്. എന്താണെന്നോ അത്? ഒരൊറ്റ മകതമുണ്ട് അതിലൊന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പർവണ ശിശിബിംബം. സ്നേഹമാണ് അഖില സാരമൂടിയിൽ. നമുക്ക് എത്ര തന്നെ സ്നേഹം കിട്ടിയാലും അത് മതി വരില്ല. ഭക്ഷണം നമുക്ക് തന്നു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞാൽ നമ്മൾ പറയും മതി, വേണ്ട. പക്ഷേ സ്നേഹം അതല്ല. നമ്മൾ എത്ര തന്നെ കിട്ടിയാലും നമുക്ക് പോരാതെ വരും. കുട്ടികളെ, നിങ്ങൾ സ്നേഹിക്കപ്പെടണം എന്നുള്ളത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം എന്നതുപോലെ, നിങ്ങളുടെ അധ്യാപകന്മാരെ സ്നേഹിക്കണം എന്നതുപോലെ സ്നേഹം നിങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കണം. ലോകത്തിലെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി നമുക്ക് മുന്നിൽ ഉണ്ടാവേണ്ടതും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതും സ്നേഹമെന്ന വികാരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. അതിന് പ്രേരിപ്പിക്കുന്നതാണ് നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല സിനിമകൾ കാണുക. ഇവിടെ ദിവാനന്ദ മാഷ് പറഞ്ഞു, നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കുട്ടികൾ ഒരുമിച്ചിരുന്ന് സിനിമ കണ്ട പരിചയമില്ലെന്ന്. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ നല്ല സിനിമകൾ വരുമ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കാറുണ്ടായിരുന്നു. സ്കൂളിൽ തന്നെ പ്രൊജക്ടറിൽ കാണിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അധ്യാപിക പോലുള്ള സിനിമയൊക്കെ അന്ന് ഞാൻ കണ്ടത് ഓർക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ നമ്മളിങ്ങനെ നിർമ്മിച്ച് അതിൽ പ്രധാന അധ്യാപകനായി ഞാൻ അഭിനയിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ കണ്ടിരുന്നത് എന്റെ പ്രധാന അധ്യാപകനായിരുന്ന ബാലരാമാസ്ത്രിയായിരുന്നു. എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരൊക്കെ എന്റെ മനസ്സിൽ ഇന്നുമുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഏതേത് തുറകളിൽ എത്രയും വലിയ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടവരായാലും നിങ്ങൾക്കിടയിൽ നല്ല ശാസ്ത്രകാരന്മാരുണ്ടാവും, എഴുത്തുകാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും. അതൊക്കെ നിങ്ങൾ വളർത്തിയെടുത്ത് നിങ്ങൾ ഓരോ തലങ്ങളിൽ എത്തുമ്പോഴും നിങ്ങൾക്ക് ഈ പാഠമൊഴി ഓതിത്തന്ന നിങ്ങളാക്കി മാറ്റിയ നിങ്ങളെ സ്കൂളിനെയും നിങ്ങളുടെ അധ്യാപകന്മാരെ മറന്നു പോകരുത്. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നമ്മളോടൊപ്പം അവരോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളും അവർ നമുക്ക് പറഞ്ഞു തന്ന പാഠങ്ങളും നമ്മോടൊപ്പം ഉണ്ടാവണം. അതാണ് നമുക്ക് വഴികാട്ടിയാവേണ്ടത്.